ഡാൻസോ? ബാങ്ക്സ്. ഓ മൈ ഗാഡ്. കൊച്ചു കൊച്ചു ബാങ്ക്സ് കിട്ടുമ്പോൾ മുടിച്ച് കെട്ടുക, ഇങ്ങനെ കുറച്ച് കെട്ടുക, കല്ലേക്ക് മുടിയാവുണ്ട്. കഴിഞ്ഞ ദിവസം ആമിയുടെ ബാങ്ക്സ് വെട്ടിയില്ലോ മുന്നിൽ. അപ്പം ആള് സാധാരണ മുടി വെട്ടണമെന്നൊന്നും പറയാത്തതാണ് കേട്ടോ ചാരുമോള്. അപ്പം ഇന്ന് വന്നിട്ട് അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് മുടി ബാങ്ക്സ് വെട്ടിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല, എനിക്ക് ബാങ്ക്സ് ഒന്ന് വെട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിലും അതും തൊടണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് സൈഡിലേക്ക്, ഇപ്പം സൈഡിലേക്കാണ് അത്ര മോഡൽ, മുന്നിലേക്ക് ഇടുന്ന മോഡലൊന്നും ഇല്ലയെന്ന്. ഇനി ഇത് വെട്ടിക്കഴിയുമ്പോൾ എന്താവോ എന്തോ. ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് ഒപ്പീനിയൻ ഈ ഒരു പ്രായത്തിലുള്ള ഒരാളാണ് കേട്ടോ. സാധാരണ ആമൂന്നൊക്കെ പറയുമ്പം വേണ്ട മോളെ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല അമ്മ എന്ന് പറയും. ഇവളങ്ങനെയല്ല. അതെന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഞാൻ അങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലില്ലേ, പണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തതിന് ഇപ്പം എനിക്ക് കിട്ടണു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ സമാധാനിക്കാം. അങ്ങനെ ഇനിയിപ്പോൾ ഇത് വെട്ടിക്കഴിയുമ്പോൾ എന്താവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇപ്പം ആൾക്ക് എന്താണെങ്കിലും ബാങ്ക്സ് വെട്ടാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിടിച്ചിരുത്തി വെട്ടിയിട്ട് കുറച്ചായി ഇപ്പം. ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ മുടി അത്ര ബുദ്ധിമുട്ടില്ല കൊണ്ട് നടക്കാനായിട്ട്. കുറച്ച് സിൽക്കി സ്മൂത്താണ്, പിന്നെ കട്ടിയുമില്ല. അപ്പോൾ പിന്നെ ആളിനെ ആയിക്കോളും ചെയ്യും മുടി കെട്ടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. പറയുമ്പോൾ LKG എത്തിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഒബ്സഷൻസൊക്കെ ആൾക്കും കിട്ടിയിട്ടുണ്ട്. മേക്കപ്പിനോടും മുടി കെട്ടുന്നതിനോടും അങ്ങനെ ഡ്രസ്സിങ് ചെയ്യുന്നതിനോടും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. ആമിക്കും ഉണ്ട് അതിനോട് താല്പര്യം. പക്ഷേ ഇവളുടെ അത്ര ഒരു ഇവക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സിന് ഈ രീതിയിൽ മുടി കെട്ടണം. സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് അവൾക്ക് തന്നെ അവളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. ഇങ്ങനെ പോകുമ്പം ഇങ്ങനെ തന്നെ മുടി കെട്ടണം എന്നൊക്കെയാണ് ആളുടെ ഒരു രീതി. പറയുമ്പോഴും കേൾക്കുമ്പോൾ ഒക്കെ രസമാണ് കേട്ടോ. ചില സമയത്ത് നമ്മുടെ തല തിന്നും. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഹെയർ കട്ടിലേക്ക് വരാം. ഇത് ആക്ച്വലി ഈ ഒരു മണ്ടയുടെ ഭാഗം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയട്ടോ ഇതിന്. ആ ഭാഗത്തുനിന്ന് ഞാൻ ചെവിയുടെ ആ ഒരു ഏറ്റവും മേലത്തെ ആ കോർണറിലേക്കാണ് ഹെയർ എടുക്കുന്നത്. എന്നിട്ട് അവിടുത്തെ മുടി ഞാൻ എൻ്റെ ഹെയർ കട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇയാൾക്ക് ഈ ഭാഗത്ത് ഇപ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ഫ്രണ്ട് സൈഡിലെ ഹെയർ മാത്രം കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കിൽ ആ ഒരു ചെറിയൊരു കേർവ് ഷേപ്പായിട്ടാണ് കൊടുക്കുന്നത്. യു ആയിട്ട് കൊടുക്കുന്നില്ല, ഒരു ചെറിയൊരു കേർവ് പോലെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇവിടുന്ന് ഒരു ഡീപ്പ് യു പോലെ വന്നിട്ട് പക്ഷേ താഴേക്ക് വരുന്ന സമയത്ത് ഒരു കേർവ് പോലെ. പൊതുവെ എൻ്റെ ഹെയർ കട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ്. എൻ്റെതിപ്പം ഞാൻ താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ വന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ സൈഡ് ഭാഗം കുറച്ച് നല്ല മേലേന്ന് മുതൽ താഴെ വരെ ഒരു ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല ലെങ്ത്ത് കുറച്ചിട്ട് ചെവിയുടെ മേലേന്ന് താഴെ വരെ നല്ല ലെങ്ത്ത് കുറഞ്ഞ് വരുന്ന രീതിയിലില്ലേ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മണ്ടേൻ്റെ അവിടെ നിന്നുള്ള മുടി മാത്രം മുന്നോട്ടേക്ക് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വെട്ടണത്. അത് കട്ട് ചെയ്യാനായിട്ടുള്ള നമുക്കിങ്ങനെ വിരൽ വെച്ച് പിടിച്ച് കട്ട് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, അത് ആ മേലെ മുതൽ താഴെ വരെ കറക്റ്റ് കോമ്പ് ചെരിച്ച് കൊണ്ടുവയ്ക്കുക. ചെരിച്ച് കൊണ്ടുവച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മേലത്തെ ലെങ്ത്ത് നോക്കുക, താഴത്തെ ലെങ്ത്തും നോക്കുക. എന്നിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക. താഴത്തെ സൈഡ് നിങ്ങൾ മാക്സിമം ഷോൾഡറിലേക്കാണ്, പൊതുവേ ആ രീതിയിലാണെങ്കിൽ നമുക്ക് മുന്നിലൊരു ഫ്ലെയർ പോലെ കിട്ടും. എന്നിട്ട് മേലത്തെ ഭാഗം നിങ്ങൾക്കൊരു കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ ചിന്ന് ലെവൽ മുതലാണ് അത്രയും നന്നാവുന്നത്. ആ ഒരു ചിന്നിൻ്റെ ആ ലെങ്ത്തിൽ നിന്ന് താഴോട്ട് ഷോൾഡർ വരെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ കോമ്പ് ചെരിച്ച് പിടിക്കുക, അത്രയും മുടി മാത്രം എടുത്തിട്ട്. എന്നിട്ട് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക്. എൻ്റെ വർക്കിൽ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇത് വെട്ടിക്കിട്ടി ആളും കൂടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണിച്ചാലല്ലേ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഞങ്ങളൊരു ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കണ്ണാടിയിലൊന്ന് പോയി നോക്കലും കരച്ചിലൊക്കെ കഴിഞ്ഞു. നിങ്ങൾ കേട്ടു നോക്കും ഇപ്പോൾ പറയണത്. ഞാൻ സമാധാനിപ്പിച്ച കാര്യങ്ങളാണ് കേട്ടോ പറയണത്. ഞാൻ പറഞ്ഞു മുടി വെട്ടിക്കഴിഞ്ഞാലേ ഒരുപാട് നീളം വെക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് പറയാണ്. ഇനിയിപ്പം ഇപ്പോൾ വെട്ടി കുറച്ച്, ഇനിയിപ്പം നീളം വെച്ച് ബംസ് വരെ നീളം വെക്കുമെന്ന് പറയാണ്. അറിയില്ല, ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ എന്നതൊന്ന് മൊത്തമായിട്ട് വെട്ടിയിട്ട് ആൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പറ്റുമായിരിക്കും, എനിക്ക് പറ്റും. ഇത്രയൊക്കെയാണ് കുട്ടിക്കുറുമ്പിയുടെ മുടിവെട്ടൽ അപാരതകൾ എന്നൊക്കെ പറയണത്. ഇനിയിപ്പം ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടും കൂടെ ഉണ്ടാവും. എൻ്റെ തലയും കൂടി ഒന്ന് വെട്ടാനുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ എവ്രി വൺ.